കേന്ദ്ര സർക്കാർ പ്രഹാർ എന്ന് പറയുന്ന ഒരു നിയമം ഇപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്നേക്കാണ്. അതായത് ഈ ഭീകരവാദത്തിനെ ഭീകരതയെ ചെറുക്കാനുള്ള ഒരു നിയമമായിട്ട് അത് കൊണ്ടുവരുന്നു. ആ പ്രഹാർ എന്ന് പറഞ്ഞാൽ ഒരു 7 പരിപാടിയാണ് യഥാർത്ഥത്തിൽ പ്രഹാറിലെ ആദ്യത്തത് പി എന്നുള്ളത് പ്രിവെൻഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പൗരന്മാരെ ആ ഭീകരാക്രമണങ്ങളിൽ നിന്നും അവരുടെ താല്പര്യങ്ങളെയും പ്രതിരോധിച്ച് നിർത്തണം. അതാണ് പ്രിവെൻഷൻ. അതായത് നമ്മുടെ പൗരന്മാരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ച് നിർത്തണം, പ്രതിരോധിക്കണം ഭീകരാക്രമണങ്ങളിൽ നിന്ന്. അതാണ് പി, പ്രിവെൻഷൻ. ഇനി റെസ്പോൺസസ്, അതായത് ഭീകരവാദികൾക്ക് ഇമ്മീഡിയറ്റായിട്ട് ഉടൻ തന്നെ ഉചിതമായ വേഗമേറിയ പ്രതികരണം അത് കൊടുക്കണം. അതാണ് റെസ്പോൺസ്. പിന്നെ അഗ്രഗേറ്റിംഗ് എന്നാണ് അവസാനം. അത് സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഇടപെടലിലൂടെ ആഭ്യന്തരമായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തണം. അതാണ് ആഭ്യന്തര ശേഷി ശക്തിപ്പെടുത്തുകയാണ് പ്രതിരോധത്തിലൂടെ ഉള്ള സമ്പൂർണമായ പ്രതിരോധ ഇടപാടിലൂടെ. അതാണ് വേണ്ടത്. തന്നെ അടുത്തത് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് നമ്മുടെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള അതായിരിക്കണം ഈ ഭീഷണികൾക്ക് തടയിടുന്നതിനുള്ള പ്രവൃത്തികൾ. അതാണ് ഹ്യൂമൻ റൈറ്റ്സ് അവിടെ വരുന്നത്. അതാണ് അടുത്തത് അറ്റുനേറ്റിംഗ് എന്ന് പറയുന്നത് ഭീകരവാദത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളെ ദുർബലമാക്കി വെക്കുക. ഇങ്ങനെ ഭീകരവാദത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. അതാണ് കാര്യം. അതായത് അതിൻ്റെ റൂട്ട് നശിപ്പിക്കുക. അങ്ങനെ അതുള്ള ഒരു സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക. പിന്നെ അലൈനിങ് ആൻഡ് ഷേപ്പിംഗ്. അടുത്ത ഭീകരവാദം ചെറുക്കുന്നതിനായിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. അതായത് അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഉണ്ട് ഭീകരവാദം ചെറുക്കാനുള്ള, അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. റിക്കവറി ആൻഡ് റെസിലിയൻസ് അതാണ് അത് സമൂഹത്തെ ആകെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിരോധം വീണ്ടെടുക്കൽ ഉള്ള നടപടികൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രഹാർ എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാര്യം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഈ അടുത്ത കാലം വരെ നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്ത്യക്കകത്ത് നുഴഞ്ഞുകയറ്റവും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉള്ള ആ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ കയറി അടിക്കുന്നുണ്ട്. അത് കാരണം അങ്ങോട്ട് ആ ഭാഗത്തോടൊന്നും ഇവിടെ കയറാൻ ഒക്കത്തില്ല. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഉണ്ടല്ലോ നമ്മുടെ മിലിറ്ററി അത്രത്തോളം വളരെ വലിയ ശക്തമായ നിരീക്ഷണമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം ലഷ്കർ-എ തോയ്ബ പോലുള്ള ഭീകര സംഘടനകൾക്ക് ഇങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് അവന്മാരൊരു പുതിയ മാർഗം കണ്ടുപിടിച്ചു, ഒരു പുതിയ സുഹൃത്തിനെ തേടി. അതാണ് ബംഗ്ലാദേശ്. അപ്പോൾ ലഷ്കർ-എ തോയ്ബക്കാർ ബംഗ്ലാദേശികളെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുകയാണ്. പണ്ട് അവർ കാശ്മീരികളെ ആയിരുന്നു റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അധിനിവേശ കാശ്മീരികളെ റിക്രൂട്ട് ചെയ്യും. പിന്നെ അത് കൂടാതെ നമ്മുടെ ശ്രീനഗറിലും അവിടെ ഇവിടെയൊക്കെയുള്ള കാശ്മീരികളെയും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് റിക്രൂട്ട് ചെയ്തു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം അങ്ങ് കുറഞ്ഞു. കാരണം ഇപ്പോൾ പാകിസ്ഥാനികൾ അതും നമ്മുടെ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാറി. അത് കഴിഞ്ഞപ്പോഴുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ ബംഗ്ലാദേശികളെ റിക്രൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് കുറേ ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തല്ലോ. അത് അറസ്റ്റ് ചെയ്യാൻ കാരണം അവിടെ ഒരു ലഷ്കർ-എ തോയ്ബയുടെ ഒരു ഭീകരനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സ്ലീപ്പർ സെൽസിനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അങ്ങനെയാണ് ഇവന്മാരെയൊക്കെ പിടികൂടിയത്. അപ്പോൾ ബംഗ്ലാദേശ് വഴിയാണ് ഈ ഓപ്പറേഷൻ. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ളവന്മാർ ഇവിടെ വന്ന ഇവന്മാർക്കൊക്കെ എന്തെന്നറിയാം, ആധാർ കാർഡുണ്ട്. നമ്മളൊന്ന് ആലോചിക്കുള്ളൂ, നമ്മുടെ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണെന്നും അതെല്ലാം ആണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ അത് ഈ വിശ്വാസം ഇല്ലാതായി. അതുകൊണ്ടാണല്ലോ പൗരത്വരേഖയായിട്ട് ആധാർ കാർഡ് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഘോര സുപ്രീം കോടതി വാദിക്കാൻ ഇടയായ കാര്യം. പക്ഷേ ഇലക്ട്രൽ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് ആധാർ കാർഡ് ഉപയോഗിക്കാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു. ഇനി അതായത് നമ്മുടെ പൗരത്വം നിർണ്ണയിക്കുന്നതിന് ഈ ആധാർ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. കാരണം എന്താ, ഇത് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ മുഴുവൻ തെറ്റാണ്. അതാണ് കാര്യം. ഇനി ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ആധാറിന് പകരം ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുവന്നാലും ശരി, ഈ സിസ്റ്റം ശരിയാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യവന്മാരൊക്കെ കാശ് മാറ്റിക്കൊണ്ട് തോന്നിയവനെ ആധാർ എഴുതി കൊടുക്കും. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ബംഗ്ലാദേശികൾക്ക് എങ്ങനെ ആധാർ കാർഡ് കിട്ടി? അതിന് പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാതെ ചെയ്തിരുന്നെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റുമോ അവർക്ക്? പ്രോപ്പർ വെരിഫിക്കേഷൻ ഒന്നുമില്ല. ഇത് ഈ മൊബൈൽ കണക്ഷൻ എടുക്കുന്ന പോലെ കള്ളത്തരത്തിൽ മൊബൈൽ കണക്ഷൻ എടുക്കാറില്ലേ പലരും? ഒരുപാട് കള്ളന്മാരെല്ലാം അങ്ങനല്ലേ ചെയ്യുന്നത്. അതുപോലാണ് ഇപ്പം അതിലും. ഇപ്പം അത് കർശനമാണ്, ഇപ്പം എളുപ്പമല്ല. ഇപ്പോൾ കള്ളത്തരത്തിലൂടെ മൊബൈൽ കണക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ആധാർ കൊടുത്താൽ കിട്ടും. അപ്പോൾ ആദ്യം എളുപ്പം ഉള്ള മാർഗം എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിലൂടെ ആധാർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആധാർ വെച്ചുകൊണ്ട് പിന്നെ എന്ത് തോന്നിയാസവും കാണിക്കാം. ആ രീതിയിലേക്ക് പോയി. യുവന്മാരുടെ കയ്യിലെല്ലാം ആധാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിടിച്ചിപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം മനസ്സിലായി, ഇത് ഇഷ്ടം പോലുണ്ട്, ഒരുപാട് ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാർ എന്ന്. കാരണം ഇവന്മാർക്ക് അവിടെ പൈസയൊന്നുമില്ല, പട്ടിണിയാണ് ഈ ബംഗ്ലാദേശിൽ, ഒന്നുമില്ല. വളരെ ജോലിക്കൂലി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ ബംഗാളികൾ പോലും നമുക്ക് ഇഷ്ടം മാതിരി ഇവിടെ ജോലിക്ക് വരുന്ന ബംഗാളികളല്ലേ. അപ്പോൾ ബംഗാളികളിൽ പിന്നെയും ഭേദമാണ്. ബംഗ്ലാദേശികളോ ഒന്നുമില്ലാത്തവരാണ്, ഒന്നുമില്ല. അവിടെ ഒരു ദരിദ്ര രാജ്യമാണ്. ആ രീതിയിലായി. കാരണം അവിടെ ഈ കലാപമൊക്കെ വന്നങ്ങ് ദാരിദ്ര്യം ഒരുപാടായി. ഷെയ്ഖ് ഹസീനയെ പറഞ്ഞ് അവിടുന്ന് വെളിയിലാക്കിയതോടുകൂടി അവർ അവിടുന്ന് ഓടി പ്രാണരക്ഷാർത്ഥം ഇന്ത്യ വന്നതോടുകൂടി അത് അവിടെ മുടിഞ്ഞു എന്ന് വേണം പറയാൻ ആ നാട്. അപ്പോൾ അല്ലാതെ തന്നെ കുറേ നാൾ കൊണ്ടുള്ള ഭരണത്തിലെ വൈകല്യം കൊണ്ട് അവിടെ മുടിഞ്ഞതായിരുന്നു. അഴിമതിയൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അത് ഈ മടുത്താണ്, ജനങ്ങൾ മടുത്താണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവിടെ തിരിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ആ രാജ്യത്ത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലുണ്ടല്ലോ അവന്മാരെന്തും ചെയ്യും. അവന്മാർക്ക് ആരെയും കൊല്ലുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല. പണം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെയാണ് ലഷ്കർ-ഇ തോയ്ബ ഇപ്പോൾ യുവന്മാരെ ചാക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശികളെ ചാക്കിട്ടിരുന്ന ആ രാജ്യത്ത് കയറരുതെന്ന് ലഷ്കർ-ഇ തോയ്ബയെടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് വേറെ രാജ്യമാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമല്ല. അപ്പം ഇതിന് യഥാർത്ഥത്തിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത് ഉപദ്രവങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിനെ ഇനി പിടിക്കണം, അതേ ഉള്ളൂ ഇനി മാർഗം. അല്ലാതെ വേറൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഏതായാലും ഇപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ നിയമം ഇപ്പോൾ പ്രാബല്യത്തിലേക്ക് വരുന്നത്. ഈ നിയമം വളരെ കർശനമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടൊക്കെ ഉള്ള നിയമമാണ്. ഏതായാലും ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ ഇതൊന്ന് അമർച്ച ചെയ്യാൻ പറ്റിയേക്കും. പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലെ ഇതിൻ്റെ സപ്പോർട്ടും ഇതിനാവശ്യമാണ്. ഏതായാലും നല്ല രീതിയിൽ ഇത് കലാശിക്കും. ഇത് വളരെ വിജയം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.